അപ്പോൾ ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു ബെൻസൺ, മാളയിലാണ് വീട്. ഞങ്ങളിങ്ങനെ കറങ്ങാൻ വന്നപ്പോൾ ഇങ്ങനെ കഴിച്ചു. മീൻ പൊള്ളിച്ച് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. പൊള്ളിച്ചും പുട്ടും ഒരു വെറൈറ്റി സാധനങ്ങൾ, ഒരു അനുഭവമായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ഓക്കെ, സന്തോഷം. ടാറ്റ. ടാറ്റ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നാവിഗേറ്ററിൻ്റെ ഇന്നത്തെ യാത്ര നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായിട്ടുള്ള മലയാറ്റൂർ. ഓക്കെ, മലയാറ്റൂർ മലയാണത്. മലയാറ്റൂരും അതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പഴയ മലയാറ്റൂരല്ല, ഇത് പുതിയ മലയാറ്റൂർ. കാരണം ഇവിടെ എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ വെള്ളത്തിൻ്റെ നടുവിൽ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് മലയാറ്റൂരിൻ്റെ സ്വന്തം മലയാറ്റൂരിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയാറ്റൂരിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇനി തുഴഞ്ഞ് മീൻ വളർത്തുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ മഞ്ചീനെ നയിക്കുന്നത് നമ്മുടെ പ്രതാപൻ ചേട്ടനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഈ റെസ്റ്റോറൻ്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ലൈവായിട്ട് മീനെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ അല്ലെങ്കിൽ ഫിഷിനെ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് തരും, അല്ലെങ്കിൽ പൊള്ളിച്ച് തരും. നമുക്ക് ആവശ്യപ്പെടുന്ന ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ മത്സ്യങ്ങൾ വളർത്തുന്നത് ഈ പറയുന്ന മണപ്പാട്ടിച്ചിറ എന്ന് പറയുന്ന ചിറയുടെ ഏറ്റവും സെൻട്രലായിട്ടാണ്. ഏകദേശം കരയിൽ നിന്ന് ഒരു 500-600 മീറ്റർ മാറിയിട്ടാണ് വളർന്നു തന്നെ. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, വെള്ളത്തിന് നടുവിലുള്ള റെസ്റ്റോറൻറ്റ്. ഒരു തടാകത്തിൻ്റെ നടുവിലുള്ള റെസ്റ്റോറൻറ്റ്, അതാരും ചിന്തിച്ച് കാണാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ മലയാറ്റൂർ അത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലയാറ്റൂർ തടാകത്തിലാണ്. തടാകത്തിൻ്റെ ഒത്ത നടുക്ക് ഒന്നാന്തരം ഒരു മീൻ വളർത്തൽ കേന്ദ്രം. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മീനുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നവയെ നമുക്ക് പിടിച്ചു തരും, ലൈവായിട്ട് പിടിച്ചു തരും. അത് ലൈവായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പാചകം ചെയ്തു തരും. ഇനി അതല്ല നമുക്ക് ആവശ്യമെങ്കിൽ ഇതിനെ നടുക്ക് വന്നിരുന്ന് കഴിക്കണോ, അതിനുള്ള അവസരവും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കൂടുകളിലെല്ലാം വിവിധ തരങ്ങളിലുള്ള മത്സ്യങ്ങളാണ്. വാള അടക്കമുള്ള എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ തടാകം ഏകദേശം 110 ഏക്കറോളം ഉണ്ട് ഈ തടാകത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാൻമെയ്ഡഡ് ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള തടാകങ്ങളിൽ ഒന്ന് തന്നെയാണ് മണപ്പാട്ടിച്ചിറ തടാകം, നമ്മുടെ സ്വന്തം മലയാറ്റൂരിലെ തടാകം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മലയാറ്റൂരിൻ്റെ വിശേഷങ്ങളെല്ലാം. അത് ഈ എപ്പിസോഡിലും കണ്ടിന്യൂ ചെയ്യാണ്. എൻ്റെ പുറകിൽ കാണുന്ന കൂടുകളിലെല്ലാം തന്നെ നിറയെ മത്സ്യങ്ങളാണ്. ഇവിടെ വളർന്ന മത്സ്യങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ പിടിക്കാം, ആവശ്യമുള്ളതിനെ ഭക്ഷിക്കാം. അത് ഫ്രഷ് വാട്ടറിലാണ് വളർത്തുന്നത്. നമ്മൾ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാടത്തൊക്കെ വളർത്തുന്ന മത്സ്യങ്ങൾക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും, ഒരു ചെളിയുടെ ഒരു വ്യത്യാസം ഉണ്ടാകും, ചെളി കലർന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് നല്ല ഒന്നാന്തരം ഒരു തടാകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ എന്ന് മുതലായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചു? ഇവിടെ 2 വർഷമായി അല്ലേ? ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ ഇവിടെ വരിക, നിങ്ങളിത് കാണുക, ഇത് കഴിക്കുക, കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയുക. അതാണ് ഏറ്റവും വലിയ കാര്യം. കഴിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക്
അറിയാൻ പറ്റും. ഞങ്ങളിനി തിരികെ തുഴഞ്ഞ് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാറ്റൂരിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്കിനിയും കാണാം അടുത്ത എപ്പിസോഡുകളിൽ. ഗുഡ് ബൈ.